ശിവ കുറച്ച് നാണം വരുത്തി പറഞ്ഞതും അച്ചു അവളെ ഉറ്റുനോക്കി. അതിനവൾ അവനെ നോക്കി വീണ്ടും. ഇനി നിന്റെ ചുണ്ട് ഈ രീതിയിൽ ചുളിഞ്ഞ കുത്തി ഉടക്കും ഞാൻ. പെട്ടെന്ന് ശബ്ദമുയർത്തി അച്ചു പറഞ്ഞതും അവളൊന്ന് ഞെട്ടി. എന്നാലും അത് പുറത്ത് കാണിക്കാതെ മുഖം തിരിച്ചു. സംസാരിച്ചു നിൽക്കാൻ ടൈമില്ല, ഞാൻ പോകുക ശിവ. അവനോട് കാര്യം പോലെ പറഞ്ഞതും അച്ചു അവളെ പിറകിൽ നിന്ന് വിളിച്ചു. സംശയത്താലെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ തൊട്ടടുത്തായി അവനുണ്ടായിരുന്നു. ഒരു നൂലിയക്ക് വ്യത്യാസമില്ലാതെ. എന്താ? പെട്ടെന്ന് കണ്ട പകപ്പിൽ അവൾ രണ്ടടി പിറകോട്ട് വെച്ചുപോയി. പോകുമ്പോ ഇതോടെ റിസപ്ഷനിൽ ഏൽപ്പിച്ചേക്ക്. അവളുടെ കയ്യിൽ ഒരു ഫയൽ കൊടുത്ത് അച്ചു പറഞ്ഞതും ശിവക്ക് ദേഷ്യം വന്നു. ചിത്തു ഒറ്റക്ക് പോണ്ട, ഞാൻ കൊണ്ടുവിടാം എന്നൊക്കെ പറയുമെന്ന് കരുതിയ ഞാൻ ആരായി, അവൾ അരിശത്തോടെ ഓർത്തു. എന്തേ പോകുന്നില്ലേ? പോകാതെ ഓരോന്ന് ആലോചിച്ചു നിന്നപ്പോഴാണ് അച്ചുവിന്റെ ശബ്ദം. അതിന് അവളൊന്ന് അവനെ തറപ്പിച്ചു നോക്കി. ഫയൽ കയ്യിൽ വാങ്ങിക്കൊണ്ട് പോകാൻ നിന്നിട്ട് വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോഴാണ് അതെന്തിനു വേണ്ടിയുള്ള ഫയലാണെന്ന് മനസ്സിലായത്. ഇത് സ്നേഹതീരത്തിലെ വർക്കല്ലേ? തെല്ലൊരത്ഭുതത്തോടെ അവൾ ചോദിക്കവേ അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ ബുക്ക് വെച്ചിരിക്കുന്ന റാക്കിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. മറുപടിയായി അവനൊന്ന് മോളി. അതെന്തിനാ അവിടെ കൊടുക്കണേ? നമ്മൾ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തോ? ക്യാൻസൽ ചെയ്യാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? നമുക്ക് ആ പ്രോജക്റ്റ് ചെയ്യാം, അതത്രയും അയാൾക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? വേണ്ടെന്ന് വെക്കണ്ട. അവൾ വാതോരാതെ സംസാരിച്ചു. അവനെ നോക്കിയപ്പോ അവൻ കയ്യും കെട്ടി അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. അവന്റെ നിൽപ്പും നോട്ടവും കണ്ട് അവൾക്ക് എന്തോ പോലെ തോന്നി. എന്താ ഇങ്ങനെ നോക്കണേ? കുറച്ച് വെള്ളം കുടിക്ക്. ചോദ്യവും ഉത്തരവും ഒക്കെ സ്വയം കണ്ടുപിടിച്ച് തളർന്നു കാണും. അല്പം പുച്ഛത്തിൽ ചുണ്ടുകൊട്ടി അച്ചു അവൾക്ക് നേരെ വെള്ളം നീട്ടിയതും അവൾ ദേഷ്യത്തിൽ തുറച്ചു നോക്കി. ശേഷം വെള്ളം വാങ്ങി മാറ്റിവെച്ചു. പ്രൊജക്ട് ക്യാൻസൽ ചെയ്യാനൊന്നുമല്ല, നാളെ മുതൽ തുടങ്ങാൻ പോവാ. ശരിക്കും? കണ്ണുവിടർത്തിയുള്ള അവളുടെ ചോദ്യത്തിന് അവനൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ വേദന കലർന്നിട്ടുള്ളതായി അവൾക്ക് തോന്നി. അപ്പോ നാളെ മുതൽ നമ്മൾ അവിടെയാണല്ലേ? നമ്മളല്ല, ഞാൻ മാത്രമേ അവിടെ പോകുന്നുള്ളൂ. അവൻ തിരുത്തിയതും അവളുടെ ചുണ്ടും കണ്ണും ഒരുപോലെ കൂർത്തു. അതെന്താ ഞാൻ കൂടെ വന്നാല്? പിരികമുയർത്തി അവനോട് ചോദിച്ചതും അവൾ അവളുടെ തൊട്ടടുത്തായി വന്നു. ശേഷം ഒന്ന് കുനിഞ്ഞ് അവളുടെ മുഖത്തിന് നേരെയായി. നാളെ ഏതൊക്കെയോ ഫ്രണ്ടും അവളുടെ ബോസും വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് മിസ് ശിവ? അപ്പോ ഇവിടുന്ന് അവരെയൊക്കെ സൽക്കരിക്ക്, ഓക്കെ? അവന്റെ മനസ്സിൽ കുശുമ്പ് നിറഞ്ഞിരുന്നു. അത് പറയുമ്പോൾ അവളുടെ കവിളിൽ ചെറുതായി തട്ടി അവൻ പറഞ്ഞു നിർത്തിയതും ശിവ ദേഷ്യത്തിൽ കൈ തട്ടി മാറ്റി അവനൊന്ന് തുറച്ചു നോക്കി പുറത്തേക്ക് പോയി. അവളുടെ പോക്ക് നോക്കി നിന്ന അച്ചുവിന്റെ ചുണ്ടിൽ ചിരിയോടൊപ്പം കുസൃതിയും നിറഞ്ഞു. വാട്ട്? എന്തൊക്കെ ആൻവി താൻ പറയണേ? എനിക്കിതൊന്നും മനസ്സിലാവണില്ല. സ്റ്റെല്ല ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു. അവളോട് ഞെട്ടലിൽ ചോദിക്കവേ ആൻവിയുടെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി തത്തി. തന്റെ മുഖത്ത് കൈനീട്ടിയടിച്ച മഹിയയും ബദ്രിയയുമായി ചേർന്ന് നിൽക്കുന്ന ദക്ഷയെയും മാത്രമേ അന്നേരം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞുള്ളൂ. ബദ്രി കാര്യങ്ങൾ അറിയുന്നതിന് ഒക്കെ മുമ്പ് എല്ലാം അവസാനിക്കണം എന്നവൾ വ്യാമോഹിച്ചു. എന്താ പറഞ്ഞത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ബട്ട് ആൻവി, ഞാൻ എങ്ങനെയാ ഇതൊക്കെ? സ്റ്റെല്ലയുടെ വാക്കുകളിൽ പരവേശം നിറഞ്ഞു. നിനക്ക് മഹിയെ വേണമെങ്കിൽ മതി. എന്താ വിട്ടുകൊടുക്കാൻ തോന്നുവാണോ അല്ലിക്ക് നിന്റെ മഹിയെ? നിന്റെ സന്തോഷം അവളോടൊപ്പം ആലോചിക്കാൻ കഴിയോ നിനക്ക്? പകപ്പ് നിറഞ്ഞിരുന്ന മുഖത്ത് ആൻവിയുടെ വാക്കുകൾ കേൾക്കെ പക നിറഞ്ഞു. സ്റ്റെല്ലയുടെ സമ്മതം കിട്ടിയതോടെ ആൻവി വളരെ വ്യക്തമായി കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ തുടങ്ങി. ഇന്നത്തോടെ മഹിയും ദക്ഷയും ബദ്രിയും കമ്പനിയിൽ നിന്നും അല്ല അവന്റെ ജീവിതത്തിൽ നിന്നും പോണം. പ്രത്യേക ഭാവത്തോടെ മനസ്സിൽ കണക്ക് കൂട്ടുമ്പോൾ അവളുടെ മനസ്സിൽ പകയായിരുന്നു. അന്ന് ശിവയോട് തോന്നിയ അതേ പക. റന അരയിൽ പിച്ചുള്ള ഹാനിയുടെ കൊഞ്ചിയുള്ള വിളി കേൾക്കെ അവൾ അവന് നേരെ കൈയോങ്ങി. കണ്ണു മുറുക്കിയടച്ചു നിൽക്കുന്ന ഹാനിയെ കണ്ട് അടിക്കാനാഞ്ഞ് കൈ താഴ്ത്തി അവൾ ദേഷ്യത്തിൽ നോക്കി. രാവിലെ മുതൽ നടക്കുന്നതാ ചെക്കൻ അവളെ ഒന്ന് വശത്താക്കാൻ. റനയുണ്ടോ വളയുന്നു? ഇക്കാന്റെ റനക്കുട്ടി ദേഷിക്കുമ്പോ എന്ത് ഭംഗിയാണെന്നറിയോ? മുഖവും കവളൊക്കെ കടിച്ചു തിന്നാൻ തോന്നാ. പല്ലിളിച്ച് ഹാനി പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ അവിടെ ഇരുന്ന ഫയലെടുത്തവനെ അടിച്ചു. ദേ കൊഞ്ചാൻ വന്നാലുണ്ടല്ലോ എന്റെ കയ്യിന്ന് വാങ്ങും. നിന്നോടല്ലാതെ ആരോടടി ഞാൻ കൊഞ്ചാ? അവളുടെ അടിയെ തടുത്തുകൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവളോട് ചോദിച്ചതും അവൾ ഫയൽ അവിടെ വെച്ച് കൈകെട്ടി നിന്നു. പോയി ആ വരുന്നവളോട് കൊഞ്ചിക്കോ. ഇങ്ങനൊരു വായി നോക്കി ചെക്കനെയാണല്ലോ റബ്ബെ എനിക്ക് നീ തന്നെ. വായി നോക്കി നിന്റെ നെറ്റിയിലടിച്ച് റന ചോദിച്ചു നിർത്തിയതിന് തൊട്ടു പിറകെയായി അവനത് പറഞ്ഞ് അവളെ വലിച്ച് അടുത്തേക്ക് കൊണ്ടുവന്ന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ അവളെ പൊക്കിയെടുത്ത് ടേബിളിൽ ഇരുത്തി. അവളുടെ രണ്ടു കാലും അവന്റെ കാലുകൾക്കിടയിലാക്കി അവൻ അവളോട് ഒന്നുകൂടി ചേർന്നു. കുറഞ്ഞ സമയം കൊണ്ട് നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിന് മുന്നേ തന്നെ ഹാനി അവളുടെ ദേഹത്ത് മുഴുവനായും അമർന്നിരുന്നു.
കണ്ണു വിടർത്തിയുള്ള അവളുടെ നോട്ടത്തിന് അവനൊന്ന് ചുണ്ടുകൂർപ്പിച്ചു ഉമ്മ വെക്കുന്ന പോലെ കാണിച്ചു. ഇങ്ങനെ പിണങ്ങല്ലടി ഇക്കാക്കതേ, ഇവിടെ നോവാ നീ പിണങ്ങുമ്പോ. മുഖം തിരിച്ചിരിക്കുന്നവളുടെ മുഖം അവനെ നേരെ കൊണ്ടുവന്ന് നെഞ്ചിൽ കൈവച്ച് ഹാനി പറഞ്ഞതും അവൾ അയ്യേ എന്ന എക്സ്പ്രഷൻ ഇട്ടു. എന്ത് പൈങ്കിളിയാണിത്, അയ്യേ. മുഖം ചുളിച്ചവൾ പറഞ്ഞതിന് ഹാനി ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ചെറിയൊരു പുഞ്ചിരി അപ്പോഴും അവന്റെ മുഖത്ത് കാണാമായിരുന്നു. അവന്റെ നുണക്കുഴി കാട്ടിയുള്ള ചിരിയിൽ അവളുടെ ദേഷ്യമൊക്കെ അലിഞ്ഞു പോകുന്ന പോലെ തോന്നി. എന്നാലും പരമാവധി മുഖത്ത് നോക്കാതെ അവൾ പിടിച്ചു വെച്ചു. മുഖത്ത് നോക്ക് പെണ്ണെ. ആർദ്രമായി അവന്റെ നാദം കർണപടത്തിൽ തുളച്ചു കയറിയതും അവളൊന്ന് പുളഞ്ഞു കണ്ണുയർത്തി അവനെ നോക്കി. അടുത്ത നിമിഷം അവന്റെ അതരത്തിന്റെ ഇളം തണുപ്പ് അവളുടെ നെറ്റിത്തടത്തിൽ പതിഞ്ഞു. സോറി. അവൻ പതുക്കെ മൊഴിഞ്ഞതും അവളൊന്ന് ഇളിച്ചു. ഞാൻ വെറുതെ പിണങ്ങിയതാ. ഇക്കാക്കനോട് സ്നേഹമുണ്ടോന്നറിയാൻ. ആണോ? ഇക്കാക്കിപ്പോ വല്ലാതെ സ്നേഹം വരാ. ഒന്ന് സ്നേഹിച്ചോട്ടെ. അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നവൻ പറഞ്ഞതും അവളൊന്ന് കുണുങ്ങി ചിരിച്ചവന്റെ കയ്യിൽ നിന്ന് കുതറി. പിടിച്ച പിടിയാലെ അവളെ അവനോട് കൂടുതൽ അവൻ അണച്ചു പിടിച്ചു. അതരം അതിന്റെ ഇണയോട് ചേരാൻ ഒരിഞ്ച് വ്യത്യാസത്തിൽ നിൽക്കെ പെട്ടെന്നാരോ ക്യാബിൻ ഡോർ തുറന്നു. സോറി. അവിടെ നടക്കുന്നത് കണ്ട് ശിവ വന്നതുപോലെ തിരിഞ്ഞു. അവളെ കണ്ടു ഞെട്ടി റന ടേബിളിൽ നിന്ന് ചാടിയിറങ്ങിയതും അവളുടെ മുട്ട് ഹാനിയുടെ വയറിലിടിച്ചു. അല്ലാ. റന ചാടി താഴെ ചവിട്ടിയതും നേരെ കൊണ്ടത് വീണ്ടും ഹാനിയുടെ കാലിൽ. വയറിലും കാലിലും ഒരുപോലെ വേദന വന്നതും അവന്റെ വിളി ഉയർന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കെ നഖം കടിച്ചു നിൽക്കുന്ന റനയെയും വയറിൽ കൈവച്ച് നിന്ന് തുള്ളുന്ന ഹാനിയെയും കണ്ട് ശിവ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. അവരുടെ കമ്പനിയിൽ തന്റേതല്ലാത്ത ബർത്ത്ഡേ മഹി ആഘോഷിക്കാൻ നിൽക്കുകയാണ്. വൈകിട്ട് ഓഫീസ് ടൈം കഴിഞ്ഞതും എല്ലാവരും പാർട്ടിക്കുള്ള ഔട്ട്ഫിറ്റുമായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഹാള് മുഴുവൻ ബലൂണും കളർ പേപ്പേഴ്സുമായി അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. കേക്ക് കട്ടിംഗ് ഒക്കെ അതിഗംഭീരമായി കഴിഞ്ഞു. ഓരോരുത്തരും വന്ന് ഗിഫ്റ്റ് കൊടുത്തു പോയി. ആ ഒരു കാര്യത്തിൽ മാത്രം മഹിക്ക് ആശ്വാസം തോന്നി. മഹിയുടെ കണ്ണ് ഹാളാകെ പരതി. താൻ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം കണ്ടില്ലെന്ന് വന്നതും ഉള്ളിൽ തോന്നിയ അമർഷം കടിച്ചമർത്തി തിരച്ചിൽ തുടർന്നു. ഒടുവിൽ അല്ലി യെല്ലോ കളർ ധാവണിയിൽ മൊഞ്ചായി നിൽക്കുന്നത് കുറച്ചകലെ നിന്നും കണ്ട അവന്റെ ഉള്ളം അവളുടെ അടുത്തെത്താൻ വല്ലാതെ തുടിച്ചു. കവളിൽ അവന്റെ ദന്തങ്ങളുടെ പാട് മറക്കാനെന്നോണം കുറച്ച് ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്നത്തേക്കാളും അവളെ സുന്ദരിയാക്കി. കണ്ണുകൊണ്ടവൻ അടുത്തേക്ക് വിളിച്ചെങ്കിലും അവൾ ചുണ്ടുകൊണ്ടൊരു കിസ് കൊടുത്ത് മാറി നിന്നു. അല്ലി, യു ലുക്ക് ജോർജസ്. അടുത്തായി വന്ന് മിഴിഞ്ഞ കണ്ണോടെ അവളെ ആകമാനം ഒഴിഞ്ഞ് വിനോദ് പറഞ്ഞതും അവളൊന്ന് വിളറിച്ചിരിച്ചു. അവനൊന്ന് ചിരിച്ചു കൊടുത്ത് മഹിയെ നോക്കിയതും ആരോടോ സംസാരിച്ച് തകർക്കുന്ന തിരക്കിലാണവൻ. സ്റ്റെല്ലയോടാണ് അവന്റെ സംസാരം എന്ന് കണ്ടതും അവൾക്ക് കുഞ്ഞു കുശുമ്പ് തോന്നി. മഹിയോട് സംസാരിച്ച് തിരിച്ചു നടക്കെ സ്റ്റെല്ല ആൻവിയെ നോക്കി. അവൾ കണ്ണുകൊണ്ടെന്തോ കാണിച്ചതും സ്റ്റെല്ല ഒന്ന് ഊറിച്ചിരിച്ച് നടന്നകന്നു. സ്റ്റെല്ല പോയി കഴിഞ്ഞതും ആൻവി അവിടെയെല്ലാം ദക്ഷയെ തിരഞ്ഞു. എവിടെയും കാണാതെ വന്നതും അവൾ ദേഷ്യത്തിൽ തലമുടിയിൽ കൈകടത്തി കുരുത്തു. ദക്ഷ ഇപ്പോ വന്നില്ലെങ്കിൽ പ്ലാനെല്ലാം വെറുതെയാവുമെന്നോർക്കെ അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. താനെന്താ ഇവിടെ മാറി നിൽക്കണേ? ബദ്രി വന്ന് അവളെ വിളിച്ചതും തറയിലുള്ള തെരച്ചിൽ നിർത്തി ദക്ഷ അവനെ നേരെ തിരിഞ്ഞു. വരുന്നു. എന്റെ ചെയിൻ ഇവിടെ എവിടെയോ വീണു, അത് നോക്കാം. അവനോട് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണ് തറയിൽ മാത്രമായിരുന്നു. പെട്ടെന്നെന്തോ കണ്ണിലുടക്കിയതുപോലെ ബദ്രി അവളുടെ അടുത്തേക്ക് നീങ്ങി. തറയിൽ പരതുന്നതിന്റെ ഇടയ്ക്ക് ബദ്രി തന്റെ അടുക്കലേക്കാണ് നടക്കുന്നതെന്ന് ബോധം വന്നതും അവളൊന്ന് തല ഉയർത്തി. പിന്നെ നോട്ടമിട്ട് വരുന്നവന്റെ കണ്ണിലെ ഭാവം അവൾക്ക് വായിച്ചെടുക്കാൻ സാധിച്ചില്ല. അവളുടെ അടുത്തേക്കെത്താൻ ഒരു ചുവട് ബാക്കിയുണ്ടാവെ അവൾ പെട്ടെന്ന് പിറകിലേക്ക് നീങ്ങി. അവളുടെ പ്രവൃത്തിയിൽ അവന് ചിരി വന്നിരുന്നു. മേഞ്ഞു നോക്കുന്ന അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി. അവന് കൈ അവളുടെ കഴുത്തിന് ഭാഗത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്നെന്തോ ബോധം വന്നതുപോലെ ദക്ഷ അവന്റെ കയ്യിൽ പിടിച്ചു. വേണ്ടേ നിനക്ക്? പതിഞ്ഞ സ്വരത്തിൽ ബദ്രി അവളോട് ചോദിച്ചതും അവളൊന്ന് ഉമിനീരിറക്കി. എന്ത്? മുടിയിൽ കുരുത്തിരുന്ന ചെയിൻ അവൾക്ക് മുന്നിലായി കുറച്ചു നീട്ടി കാണിച്ചു കൊടുക്കെ അവൾ ചമ്മലോടെ കണ്ണു മുറുക്കി. എന്ത് കരുതിയിട്ടുണ്ടാവും ദച്ചു? മോശം. അവളുടെ മനസ്സ് അവളെ തന്നെ കളിയാക്കി. അമ്മേ, വെയിറ്റ്, എടുത്തു തരാം. മുടിയിലുടക്കിയ മാല വലിച്ചെടുത്തപ്പോഴുള്ള വേദനയിൽ അവൾ വിളിച്ചതും അവൻ പതി അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി. അതും പറഞ്ഞ് ഇരുകയും അവളുടെ കഴുത്തിന് ഇരുവശമായി കൊണ്ടുപോയി. മുടിയിൽ നിന്ന് വളരെ സൂക്ഷ്മമായി ചെയിൻ വേർപെടുത്താൻ നോക്കുന്ന അവനെ ദക്ഷ ഒന്ന് കണ്ണുയർത്തി നോക്കി. ഇപ്പോ വേർപെടുത്തുന്ന ഇതേ കൈകൊണ്ട് ഇതേപോലെ തന്നോട് ചേർന്നു നിന്ന് ബദ്രിയുടെ കയ്യിൽ നിന്നും ഒരു താലി അവളുടെ ഇടനെഞ്ചിൽ ചേർത്തിടാൻ ഭാഗ്യമുണ്ടാവണേ എന്നവളുടെ മനസ്സ് അന്നേരം ഏറെ കൊതിച്ചു.